നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ മുഴുവൻ വാർത്തകളും സമഗ്രമായി പരിശോധിക്കാം. ന്യൂസ് ബ്രേക്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. കണ്ണീരായി ശ്രീനന്ദ. വിനോദയാത്രയ്ക്കിടെ കർണാടകയിലെ ചിക്മംഗളൂരുവിൽ കാണാതായ 15-കാരി ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെടുത്തു. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് 1500 അടി താഴ്ചയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. 4 ദിവസം നീണ്ട തിരച്ചിൽ. ഏറെ പ്രതീക്ഷകളോടെ കാത്തിരുന്ന കുടുംബത്തിലേക്ക് ശ്രീനന്ദയുടെ വിയോഗ വാർത്തയെത്തി. 10 മിനിറ്റ് കൊണ്ട് അപ്രത്യക്ഷയായ ശ്രീനന്ദയെ കാത്ത് മണിക്കധാര വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ പോയിന്റിൽ അമ്മയും അച്ഛനും ബന്ധുക്കളും കാത്തിരുന്നത് 3 രാത്രിയും 4 പകലും. ഒടുവിൽ ഇന്നുച്ചയോടെ ആ വാർത്തയെത്തി. ശ്രീനന്ദ ഇനി തിരികെ എത്തില്ല. ദുരൂഹതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ശക്തമായി ആരോപണം വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ നഷ്ടപ്പെട്ട സമയം മുതൽ നമ്മൾ ആവശ്യപ്പെട്ട രീതിയിലുള്ളൊരു സഹകരണം അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ആക്ഷേപം തന്നെയാണ് നമുക്ക് ഉള്ളത്. 1500 അടി താഴ്ചയിൽ നിന്നാണ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അംഗങ്ങൾ മൃതദേഹം കണ്ടെത്തിയത്. രാത്രിയോടെ മൃതദേഹം മുകളിലെത്തിക്കും. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുമെന്നും കുടുംബത്തിന്റെ എല്ലാ ആരോപണങ്ങളും പരിശോധിക്കുമെന്നും ചിക്മംഗളൂരു SP ജിതേന്ദ്ര ദയമ അറിയിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് തന്നെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും. 24 ബംഗളൂരു. മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ശ്രീനന്ദയുടെ മരണം കടമ്പഴിപ്പുറം എന്ന ഗ്രാമത്തെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്നും ശ്രീനന്ദയുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. കടമ്പഴിപ്പുറം ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായ ശ്രീനന്ദ പഠിക്കാൻ മിടുക്കിയാണെന്ന് വിങ്ങലോടെ ബന്ധുക്കൾ പറഞ്ഞു. ശാസ്ത്രമേളകളിൽ സംസ്ഥാനതലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥിനി. മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവൾ. അതീവ സന്തോഷത്തിൽ ആർത്തുല്ലസിച്ച് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കൊപ്പം കർണാടകയിലെ ചിക്കമംഗളൂരിലെത്തുമ്പോൾ ശ്രീനന്ദ അറിഞ്ഞിരുന്നില്ല താനിനി ജീവനോടെ തിരികെ വീട്ടിലേക്ക് എത്തില്ലെന്ന്. കുടുംബാംഗങ്ങൾക്കൊപ്പം അവസാനമായി സെൽഫിയും റീലും ചിത്രീകരിച്ചു. പിന്നീട് പൊടുന്നനെ കാണാതായി. 4 ദിവസം കഴിഞ്ഞ് കണ്ടെത്തിയത് ശ്രീനന്ദയുടെ ചേതനയറ്റ ശരീരം. ഏപ്രിൽ 7 വൈകിട്ട് 5:30യോടെയാണ് ശ്രീനന്ദയെ ചിക്കമംഗളൂരിലെ മാണിക്കധാര വെള്ളച്ചാട്ടത്തിന് സമീപത്തുനിന്ന് കാണാതാവുന്നത്. മൃതദേഹം കണ്ടെടുത്ത സ്ഥലത്ത് ശ്രീനന്ദ പോകാൻ യാതൊരുവിധ സാധ്യത ഇല്ലെന്നും തങ്ങൾ തിരച്ചിൽ നടത്തുമ്പോൾ മൃതദേഹം അവിടെ ഉണ്ടായിരുന്നില്ല എന്നും ശ്രീനന്ദയുടെ വല്യച്ഛൻ ശശികുമാർ പറഞ്ഞു. ആ സ്ഥലം ഞങ്ങളുടെ കൂടെ വന്നവരെ എല്ലാവരും അവിടേക്ക് ഇറങ്ങി പരിശോധിച്ചു. അവിടെ ഇറങ്ങി ആ മണ്ണം മുകളിലേക്ക് അത്യാവശ്യം ചെരുവുണ്ട്. ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും മിനിഞ്ഞാന്ന് രാവിലെ ഒരു പോലീസുകാരെ മയക്കിയപ്പോൾ ഞങ്ങളുടെ ടീം മൊത്തം ആ ഭാഗത്ത് ഇറങ്ങി പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കണ്ടെത്തുന്ന ദുരൂഹതയുണ്ട്. പിന്നെ ബോഡിക്ക് പഴക്കമൊന്നുമില്ലെന്ന് പറയുന്നു, ഒന്നുമില്ലാത്ത മര്യാദ പറയുന്നു. ഞാൻ നേരിട്ട് ഇറങ്ങിയതാണ്. ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഞങ്ങളൊക്കെ ഇറങ്ങിയതാണ്. കാണാതാവുന്നതിന് 10 മിനിറ്റ് മുൻപ് വരെ തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നും അപകടത്തിൽപ്പെട്ടിരുന്നെങ്കിൽ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടേനെ എന്നും ബന്ധുവായ ഉണ്ണിക്കണ്ണനും പറഞ്ഞു. ദുരൂഹത ഉണ്ടെന്ന് പറയുമ്പോൾ ഈ കുട്ടീനെ 5:20 ഞങ്ങളുടെ ഫോട്ടോ വിശ്വസിലൊക്കെ ഈ കുട്ടിയുണ്ട്. 5:20, 25 ശേഷമാണ് ഈ കുട്ടീനെ വേറൊരു ഗ്രൂപ്പിൽ ഫോട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ അമ്മ അന്വേഷിച്ച് നടക്കുന്നത്. അപ്പോൾ ഈ 5:20 5:25 ഇടയ്ക്ക് ഇപ്പോൾ ഈ ബോഡി കണ്ടു എന്ന് പറയുന്ന ഭാഗത്ത് ഞങ്ങളുടെ ഈ സംഘത്തിൽപ്പെട്ട പലരും ഞാനടക്കം ആ ഭാഗത്തുണ്ട് ഈ സമയത്തിനുള്ളിൽ. ശ്രീനന്ദയുടെ ദുരൂഹമരണത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് തന്നെയാണ് കുടുംബത്തിന്റെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് കർണാടക സർക്കാരിനും പോലീസിനും പരാതി നൽകുമെന്നും കുടുംബം പറഞ്ഞു. ഷാരിഖ് നവാസ്, 24 പാലക്കാട്. മറ്റൊരു വാർത്തയിലേക്ക്. കുംഭമേളയിലൂടെ വൈറലായ പെൺകുട്ടിയുടെ കേരളത്തിലെത്തിയുള്ള വിവാഹത്തിൽ ഭർത്താവിനെതിരെ പോക്സോ കേസ്. വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നില്ല എന്ന ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് മധ്യപ്രദേശ് പോലീസ് കേസെടുത്തത്. വിഷയത്തിൽ കേരള മധ്യപ്രദേശ് DGPമാരോട് ഡൽഹിയിൽ ഹാജരാകാൻ കമ്മീഷൻ നിർദ്ദേശം നൽകി. കുംഭമേളയിലൂടെ സോഷ്യൽ മീഡിയയിൽ തരംഗമായ പെൺകുട്ടിയുടെ വിവാഹമാണ് ഇപ്പോൾ നിയമക്കുരുക്കിലായിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിൽ തിരുവനന്തപുരത്തെ ഒരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം. വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് 16 വയസ്സും 2 മാസവും മാത്രമായിരുന്നു പ്രായമെന്ന് ദേശീയ പട്ടികവർഗ കമ്മീഷൻ കണ്ടെത്തി. 2009 ഡിസംബർ 30-നാണ് പെൺകുട്ടി ജനിച്ചതെന്ന് മധ്യപ്രദേശിലെ ആശുപത്രി രേഖകൾ വ്യക്തമാക്കുന്നു. വിവാഹത്തിനായി വ്യാജ ജനന സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതായും കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. ഇതോടെയാണ് വിവാഹം കഴിച്ചയാൾക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തത്. ലവ് ജിഹാദ് ആരോപണവുമായി പെൺകുട്ടിയുടെ കുടുംബം നേരത്തെ രംഗത്തെത്തിയിരുന്നു. വിവാഹത്തിൽ CPIM പോപ്പുലർ ഫ്രണ്ട് ഇടപെടലുണ്ടോ എന്ന സംശയവും കമ്മീഷൻ ഉന്നയിക്കുന്നുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മന്ത്രി V ശിവൻകുട്ടി, A റഹീം MP തുടങ്ങിയ പ്രമുഖ നേതാക്കൾ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു.
കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഏപ്രിൽ 22-ന് നേരിട്ട് ഹാജരാകാൻ കേരള മധ്യപ്രദേശ് DGPമാർക്ക് കമ്മീഷൻ നോട്ടീസ് നൽകി. പെൺകുട്ടിയുടെ സുരക്ഷ ഉറപ്പാക്കാനും അന്വേഷണ പുരോഗതി കൃത്യമായി അറിയിക്കാനും നിർദ്ദേശമുണ്ട്. 24 ഡൽഹി. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. ഉപമുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട് തള്ളി യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് മുസ്ലിം ലീഗിന് അർഹതയുണ്ടെന്നും ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ആവശ്യപ്പെടുമോ എന്നും പറയാൻ ആകില്ല എന്നും മുനവ്വർ അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചു. ഉപമുഖ്യമന്ത്രി പദവി ആവശ്യപ്പെടില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി ഇന്നും ആവർത്തിച്ചു. UDFന്റെ വിജയമാണ് പ്രധാനമെന്നും ഉപമുഖ്യമന്ത്രി പദവി പോലുള്ള ആലങ്കാരിക പദവികൾ ലീഗ് ആവശ്യപ്പെട്ടിട്ടില്ലെന്നുമാണ് വോട്ടെടുപ്പിന് മുൻപ് കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയത്. മലപ്പുറത്ത് നിന്ന് ഒരു ഉപമുഖ്യമന്ത്രി അതൊന്നും ഒരു പ്രസക്തി ഇല്ലാത്ത കാര്യങ്ങളാണ്. മനസ്സിലായില്ല. ഞങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല. എന്നാൽ വോട്ടെടുപ്പിന് ശേഷം യൂത്ത് ലീഗ് പ്രസിഡന്റ് പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ മുഖ്യമന്ത്രി പദവിക്ക് ലീഗിന് അർഹതയുണ്ടെന്ന് വ്യക്തമാക്കി. പദവി ആവശ്യപ്പെടുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും മുനവ്വർ അലി തങ്ങൾ. അല്ല, ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗ് നേരത്തെ വഹിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾ അർഹരാണ്. ആ സമയത്തുള്ള ചർച്ചകളല്ലേ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് സമയത്തുള്ള ചർച്ചകളിൽ ആ സമയത്ത് നോക്കാം. UDFന്റെ വിജയപ്രതീക്ഷ പങ്കുവയ്ക്കാൻ വാർത്താ സമ്മേളനം നടത്തിയ കുഞ്ഞാലിക്കുട്ടി ഇന്നും അത്തരം ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്ന് ആവർത്തിച്ചു. ഞങ്ങളതൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ചർച്ചകളൊന്നും കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇതോടെ UDFന് ഭൂരിപക്ഷം ലഭിച്ചാൽ ഉപമുഖ്യമന്ത്രി പദവി അടക്കമുള്ള കാര്യങ്ങളിൽ ലീഗിൽ ചർച്ച നടക്കുമെന്ന് ഉറപ്പാണ്. 24 മലപ്പുറം. തെരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസിൽ വീണ്ടും തലപൊക്കി മുഖ്യമന്ത്രി തർക്കം. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന കെ സുധാകരന്റെ പരാമർശത്തിൽ തെറ്റില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. മുഖ്യമന്ത്രി എറണാകുളത്ത് നിന്നാകുമെന്ന് മുഹമ്മദ് ഷിയാസിന്റെ പ്രസ്താവന ലിജു തള്ളി. ഷിയാസിന്റേത് വ്യക്തിപരമായ അഭിപ്രായമെന്നും ആര് മുഖ്യമന്ത്രിയാകുമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും ലിജു മറുപടി നൽകി. ആരാഗ്രഹിക്കുന്ന എന്താ തെറ്റുന്നേ? ഞങ്ങളുടെ പാർട്ടിയിൽ അത് CPMലാണ് അങ്ങനെ ആരെങ്കിലും പിണറായി വിജയൻ മാറി നിൽക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൻ്റെ സ്ഥിതി എന്താവുമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അങ്ങോട്ട് ഒരാൾ പറഞ്ഞു പോയാൽ എന്താവും സ്ഥിതി? തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമായിട്ട് മാത്രമേ നമുക്കതിനെ അദ്ദേഹം ദുരുദ്ദേശത്തിലൊന്നും അല്ല. എനിക്ക് തോന്നുന്നു എറണാകുളം DC പ്രസിഡന്റിൻ്റെ ഒരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു എന്നുള്ളത് മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ആയിരിക്കുള്ളൂ, അത് വ്യക്തിപരമാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഗൾഫ് മേഖലയിൽ നിർത്തിവെച്ച SSLC പരീക്ഷകൾ പുനരാരംഭിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടാൻ വിദ്യാഭ്യാസ വകുപ്പ്. ഇന്നു ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പരീക്ഷകൾ എത്രയും വേഗം പൂർത്തിയാക്കി വിദ്യാർത്ഥികളുടെ ആശങ്ക പരിഹരിക്കാനാണ് സർക്കാരിന്റെ ലക്ഷ്യം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ പരീക്ഷാ തീയതികളും മറ്റു നിർദ്ദേശങ്ങളും ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് കമ്മീഷന്റെ അനുമതി വേണം. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. പോളിംഗിന് പിറ്റേന്ന് ക്രൈസ്തവ സഭാ മെത്രാൻമാരെ അധിക്ഷേപിച്ച് BJP നേതാവ് PC ജോർജ്. UDFന് വോട്ട് ചെയ്യാൻ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് നിർദ്ദേശം നൽകിയെന്നാണ് PC ജോർജിന്റെ ആരോപണം. BJPക്കെതിരെ എഴുതുന്ന ദീപിക പത്രം സഭയുടെ മുഖപത്രമാണെന്ന് പറയാൻ സാധിക്കില്ലെന്ന് ഷോൺ ജോർജ് പറഞ്ഞു. എന്നാൽ സഭയ്ക്കെതിരായ PC ജോർജിന്റെ പരാമർശങ്ങളെ പിന്തുണയ്ക്കുന്നില്ലെന്ന് BJP സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി. FCRA ഭേദഗതി ബില്ലിൽ ദിവസങ്ങൾക്ക് മുൻപ് ബിഷപ്പുമാർക്കെതിരെ PC ജോർജ് രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വോട്ടെടുപ്പിന് പിറ്റേന്ന് വീണ്ടും PC ജോർജ് രംഗത്ത് വന്നത്. UDFന് വോട്ട് ചെയ്യാൻ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് നിർദ്ദേശം നൽകിയെന്നാണ് PC ജോർജിന്റെ ആരോപണം. രാഷ്ട്രീയം പറയുന്ന ബിഷപ്പുമാരെ രാഷ്ട്രീയമായി കാണുമെന്നും പ്രതികരണം. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ഒരു മര്യാദക്കാരനാണെന്ന് ജനം വിചാരിക്കുന്നു. പക്ഷെ അയാളെന്താ ഇത് മടങ്ങളിലെല്ലാം വിളിച്ച് UDFന് വോട്ട് ചെയ്യാൻ പറഞ്ഞു. മര്യാദയാണോ കാണിച്ചത്? മര്യാദയാണോ? അതുപോലെ അയാൾക്ക് എന്താ അവകാശം? ഈ സഭയ്ക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്നെ കൊണ്ടാണ്. മറ്റു രണ്ടവന്മാർക്ക് എന്ത് കിട്ടി? അവന്മാർക്ക് എന്ത് കിട്ടിയിട്ടാണ് ഈ സഭ ഇങ്ങനെ വൃത്തികെട്ട പണി ചെയ്യുന്നത്? നാണം കെട്ടവന്മാർ. സഭയല്ല തള്ളിപ്പറയുന്നത്, ഈയനെ മെത്രാന്മാരെ തള്ളിപ്പറയും. ബോധം വിവരം വേണ്ട ഇവനൊക്കെ. കത്തോലിക്ക സഭ മുഖപത്രം ദീപികയ്ക്കെതിരെയും PC ജോർജ്. അത് നിങ്ങൾ പത്രം എടുത്തോ? 3 സ്ഥാനാർത്ഥി മത്സരിക്കുക. എൻ്റെ പേരോ പടമോ ഇന്നുവരെ വന്നിട്ടില്ല ദീപികയിൽ. ഒരു ഇലക്ഷന് 3 മുന്നണി സ്ഥാനാർത്ഥി, 2 മുന്നണി സ്ഥാനാർത്ഥി പടവും, 3ാമത്തെ മുന്നണി സ്ഥാനാർത്ഥിയോട് പറയാനുള്ള മര്യാദ കാണിക്കട്ടെ. ഇവന്മാർ വൃത്തികെട്ടവന്മാർ. ആ പത്രം വായിക്കരുതെന്ന് ഞങ്ങളോട് പറയുന്നു. പത്രത്തെ വിമർശിച്ച് PC ജോർജിന്റെ മകനും പാലായിലെ NDA സ്ഥാനാർത്ഥി ഷോൺ ജോർജും രംഗത്ത്.
ദീപിക പത്രത്തെ സംബന്ധിച്ചിടത്തോളം ദീപിക പത്രം സഭയുടെ മുഖപത്രം എന്നാര് പറഞ്ഞു, ദീപിക പത്രത്തിൽ ആരെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അത് ഇനി ഞാൻ പിതാക്കന്മാരുടെ അടുത്ത് എല്ലാവരും കാണാൻ പോവുകയാണ്. ചില വ്യക്തികൾ വഴി പിണറായി വിജയനും പോലും അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഞങ്ങൾ പാലക്കാരുണ്ട് ഇവിടെ ഇഷ്ടം പോലെ. എത്ര രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു വിട്ടേക്കാം. പറഞ്ഞാൽ സഭ BJPക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ട. എന്നാൽ സഭയ്ക്കെതിരായ PC ജോർജിന്റെ പരാമർശങ്ങളെ പിന്തുണയ്ക്കുന്നില്ലെന്ന് BJP സംസ്ഥാന നേതൃത്വം. അത് PC ജോർജ് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പറയും. അത് പാർട്ടിയുടെ നിലപാടല്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയുണ്ടല്ലോ, അത് കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞങ്ങൾ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പാർട്ടി BJP ആണ്. ക്രിസ്ത്യൻ സംസ്ഥാനങ്ങൾ മുഴുവൻ ഭരിക്കുന്നത് BJP അല്ലേ? ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ MLA-മാരുള്ള BJPക്കല്ലേ? ഏതൊരു ഹിന്ദു സമൂഹത്തെ പോലെയും ഏതൊരു പൊതുസമൂഹത്തെ പോലെയും ക്രിസ്ത്യൻ സമൂഹം ഞങ്ങളുടെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. PC ജോർജിന്റെയും ഷോണിന്റെയും പ്രസ്താവനയ്ക്കെതിരെ ജോസ് കെ മാണി രംഗത്ത് വന്നു. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് എന്താ, ഇവരുടെയൊക്കെ സ്വഭാവം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഈ കളർ നാണയങ്ങളുടെ ആ മുഖം മൂടി ഇന്ന് പുറത്ത് വന്നിരിക്കുന്നു, ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇനി BJP അത് തിരിച്ചറിയും ഉടനെ തന്നെ. അന്ന് ഞാൻ പറഞ്ഞു അത് കൊടുങ്കാറ്റാണെങ്കിൽ ഇനി സുനാമി വരാൻ പോവുകയാണ്. കാരണം ഈ വരുന്ന നമ്മുടെ FCRയുടെ വിഷയം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ക്രൈസ്തവ വെൽഫെയർ ബോർഡ് വരുന്നത് അത് സുനാമി ആയിരിക്കും. ഇതിനിടെ PC ജോർജിന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് കത്തോലിക്ക കോൺഗ്രസും പത്രക്കുറിപ്പിറക്കി. പ്രസ്താവനകൾ തുടർന്നാൽ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് കത്തോലിക്ക കോൺഗ്രസ് പറയുന്നത്. ക്രൈസ്തവ സഭകളുമായി അടുക്കാനുള്ള BJPയുടെ ശ്രമങ്ങൾ പാളിപ്പോയെന്ന സൂചനയായാണ് PC ജോർജിന്റെയും ഷോണിന്റെയും പ്രതികരണങ്ങളെ വിലയിരുത്തുന്നത്. 24 കോട്ടയം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ G. സുധാകരന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി CPIM അധിക്ഷേപം നിർത്തിയില്ലെങ്കിൽ കടുത്ത രീതിയിൽ മറുപടി പറയേണ്ടി വരുമെന്ന് CPIM നേതാവ് സജി ചെറിയാൻ പറഞ്ഞു. ചെയ്തതിനും പറഞ്ഞതിനുമൊക്കെ സുധാകരൻ അനുഭവിക്കുമെന്നും സജി ചെറിയാൻ തുറന്നടിച്ചു. പാർട്ടി വിട്ട UDF പാളയത്തിലെത്തിയ G. സുധാകരന്റെ പതിവ് രീതിയായിരുന്നു CPIM-നും നേതാക്കൾക്കുമെതിരായ കടന്നാക്രമണം. സജി ചെറിയാനും H. സലാമും R. നാസറും CS സുജാതയും നിരന്തര വിമർശനങ്ങൾക്ക് വിധേയരായി. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ശക്തമായ ഭാഷയിൽ തിരിച്ചടിച്ച സജി ചെറിയാൻ. ഞങ്ങളെ വിട്ടേക്കുന്നു, അദ്ദേഹത്തോട് ഞാൻ പറയുന്നത് ഞങ്ങളെ വിട്ടേക്കുക. ഞങ്ങളുടെ പാർട്ടിയെയും ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരെ അതേ ഇനി ആക്ഷേപിക്കാൻ വരരുത്. എൻ്റെ പോയിന്റ് അതാണ്. അദ്ദേഹം വിട്ടേക്കുക. ഞങ്ങൾ തമ്മിലുള്ള ആ പഴയ റിലേഷൻ പോയി. അതുണ്ടായിരുന്നു, അങ്ങേയറ്റം സ്നേഹവും ബഹുമാനവും ഉണ്ട്, അത് കഴിഞ്ഞു. ഇനി അദ്ദേഹം വേറൊരു പാർട്ടിയുടെ ഭാഗമായി നിന്നിട്ട് ഇനി ഞങ്ങളെ ആക്ഷേപിക്കാൻ വരുമ്പോൾ ആ പാർട്ടിയുടെ ആളായിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ കാണത്തുള്ളൂ. വേണുഗോപാലിനോ സതീശനോ രമേശ് ചെന്നിത്തലയ്ക്കോ ഇല്ലാത്ത ആവേശം G. സുധാകരന് വേണ്ട. G. സുധാകരന് പിന്തുണ നൽകിയ കോൺഗ്രസിനും നേതാക്കൾക്കും കടുത്ത വിമർശനം. വേണുഗോപാല് ആലപ്പുഴ കടലിൽ ചാടിച്ചാവും എഴുതി വെച്ചു. എനിക്ക് വേണുഗോപാലിന് ഭയങ്കര ഇഷ്ടമാണ്. കായലിൽ ചാടുമല്ല, കടലിൽ ചാവും. കായലിൽ ചായ പിന്നെ ആയാലും വോട്ട് വന്ന് രക്ഷപ്പെടുത്തും. കടലിൽ അതുപോലും ഇല്ല. ഈ അസംബ്ലി ഇലക്ഷന്റെ റിസൾട്ടൊക്കെ വരണം, അപ്പോൾ കാണാം. ചെങ്ങന്നൂരിലും അമ്പലപ്പുഴയിലും പരാജയം ഉറപ്പിച്ചു എന്നതിന്റെ തെളിവാണ് സജി ചെറിയാന്റെ പ്രതികരണമെന്ന് കോൺഗ്രസ് നേതാവ് M. ലിജു. വിമർശനങ്ങളോട് പ്രതികരിക്കാൻ G. സുധാകരൻ തയ്യാറായില്ല. 24 ആലപ്പുഴ. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിന് ജാമ്യം. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ജില്ല വിട്ടുപോകരുതെന്നും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കണമെന്നുമുള്ള ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. ഇന്നത്തെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. വോട്ടിന് കോഴ ആരോപണത്തിൽ പാലക്കാട് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ മൊഴി രേഖപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പാലക്കാട് RO ആണ് ശോഭാ സുരേന്ദ്രന്റെ മൊഴിയെടുത്തത്. കണ്ണൂർ പയ്യന്നൂരിൽ വ്യാപകമായി കള്ളവോട്ട് നടന്നതായി ആരോപണം. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് കള്ളവോട്ട് നടന്നതെന്ന് പയ്യന്നൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി V. കുഞ്ഞികൃഷ്ണൻ 24-നോട്. വോട്ടെടുപ്പിന് പിന്നാലെ തളിപ്പറമ്പിലും പയ്യന്നൂരിലും വ്യാപക അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കണ്ണൂർ മട്ടന്നൂരിൽ ക്ഷേത്രോത്സവത്തിനിടെ ഭക്ഷ്യവിഷബാധയെന്ന് സംശയം. ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. കാര പുതിയടത്ത് മടപ്പുരയിലെ ഉത്സവസദ്യ കഴിച്ച 300ഓളം പേർ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. വനവാസത്തിന് പോകുന്ന VD സതീശൻ എല്ലാ ആശംസകളും നേരുന്നുവെന്ന് AK ശശീന്ദ്രൻ. വനംവകുപ്പ് മന്ത്രി എന്ന നിലയിൽ എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കും. മുഖ്യമന്ത്രിയാകണമെന്ന സതീശന്റെ ആഗ്രഹം നടക്കില്ലെന്നും ഈ ആഗ്രഹമെങ്കിലും നടക്കട്ടെ എന്നും AK ശശീന്ദ്രൻ. രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത് നിതീഷ് കുമാർ. ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം ഉടൻ രാജിവെക്കും. ബീഹാറിന്റെ വികസനത്തിന് വലിയ സംഭാവന ചെയ്ത നേതാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിതീഷ് കുമാറിനെ പുകഴ്ത്തി. മലപ്പുറം എടരിക്കോട് സ്വകാര്യ ബസ് ഗുഡ്സ് ഓട്ടോറിക്ഷയിലിടിച്ച് ദമ്പതികളായ ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചു. മരിച്ചത് തമിഴ്നാട് സ്വദേശികളായ ഇളയരാജ, ഭാര്യ സരസ്വതി എന്നിവർ. അപകടമുണ്ടായത് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.